നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ നമുക്കൊരു പക്ഷേ ആസ് എ പാരൻ്റ് എന്ന രൂപത്തിലും പൻസാർ ഹാർവർഡ് സ്കൂൾ നടത്തുന്ന ആളെന്ന രൂപത്തിലും പലപ്പോഴും മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്ന ചില വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾ. സപ്പോസ് ഏതെങ്കിലും ഒരു ബാഡ് റിലേഷനിലൂടെ കുട്ടികളെ ഇങ്ങനൊരു ഇതിലൊക്കെ ആക്ടിവിറ്റിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവരെ തിരുത്താതെ നടപടിയില്ലല്ലോ. അപ്പോൾ തിരുത്തതിൻ്റെ ആദ്യ പടികൾ എന്തായിരിക്കും മനസ്സാറിൻ്റെ കാഴ്ചപ്പാടിൽ? നമുക്കിതൊരു 3-4 സെക്ഷനായിട്ട് പറയാവുന്നതല്ലേ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ മക്കൾ ഈ സംവിധാനത്തിലേക്ക് എത്തുന്നത് നമ്മൾ പഠിക്കണം. അതിൽ ഒന്ന് അമിതമായിട്ടുള്ള പൈസയുടെ ഉപയോഗം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓക്കെ, അത് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് ആ പൈസ വരുന്നത് എന്നുള്ളതും എന്താണ് മക്കളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വരാനുള്ള കാരണം എന്നുള്ളത് ഒരുപക്ഷെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഈ പ്രവാസികളായ ആളുകളുടെ കാര്യത്തിലൊക്കെ വളരെയധികം ആശങ്ക തന്നെയാണ്. കാരണം വാപ്പാൻ്റെ ആ ഒരു ബ്ലാങ്ക്, സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് കൂട്ടിച്ചേർക്കാൻ അവരെ ബാക്കിൽ ഓടിയെത്താൻ കഴിയാത്തൊരു പ്രയാസങ്ങളൊക്കെ കുറേ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഡീൽ ചെയ്തൊരു കേസിൽ തന്നെ ഒരു മയക്കുമരുന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, കുട്ടിയുടെ ചെറിയൊരു സ്വഭാവത്തിലുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ വാപ്പ അറിഞ്ഞിട്ടില്ല. വാപ്പ ഗൾഫിലാണ്, ഉമ്മയാണ് ഇത് ഡീൽ ചെയ്യണത്. അപ്പോൾ ഞാൻ വാപ്പനെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ഉമ്മ ഭയങ്കര സങ്കടത്തിൽ പറയല് സാറേ എന്നാ പറയണത്. ആ മനുഷ്യൻ അവിടെ അസമാധാനത്തിൽ. അതെ, അങ്ങനെയാണ് അവർ പറയുന്നത്. പക്ഷെ അതിൽ സംഭവിക്കാൻ എന്താ വെച്ചപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കണ്ടു ഒരുപാട് ആളുകളെ മരിക്കാൻ വരെ കാരണമായ അവസ്ഥ എന്ന് പറയും. കാരണം ചിലപ്പോൾ വാപ്പമാർ അറിഞ്ഞാൽ പ്രശ്നമാവുന്ന കണ്ടാൽ ചിലപ്പോൾ കുട്ടികളെ കുറച്ചും കൂടി കൺട്രോൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉമ്മയായാലും ഉപ്പായാലും കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിയുന്നതാണ് എപ്പോഴും നല്ല കാര്യം. അപ്പോൾ അത് മറച്ചു വെക്കേണ്ട അവസ്ഥ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാന്നുള്ളൂ. അപ്പോൾ ഈ പ്രവാസികളൊക്കെ ആളുകളടുത്ത് സാമ്പത്തികമായി കുറച്ചും കൂടി ഉമ്മാരടുത്ത് പെട്ടെന്ന് പൈസ കിട്ടും, ആ പൈസ എന്തെങ്കിലും ഉപയോഗിക്കും നമുക്ക് അറിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സാമ്പത്തികം വളരെയധികം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അവരേക്ക് അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ അവസ്ഥ, കൂട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് പൈസ വെറുതെ ചിലവായി പോകേണ്ടി ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ഒഴുകിപ്പോളൊരു കാരണം ഉണ്ടായേക്കാമെന്ന് കൃത്യമായിട്ട് പഠിക്കുക വേണം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ കുട്ടിയുടെ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് അവരെത്താണ്ട ഒരു കാരണം എന്താ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പെട്ടെന്നൊരു ആക്ഷനിലൂടെ അത് മാറ്റിയെടുക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്തോളുന്നില്ല, പറ്റിക്കൊള്ളുന്നില്ല. അതിൽ അങ്ങനെ ആ കുട്ടിയെ അതിലേക്ക് കൊണ്ടുപോയ മോട്ടീവിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രക്ഷിതാക്കൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉപ്പ സിഗരറ്റ് വലിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കൾ സിഗരറ്റ് അവരെ വലിക്കുക. പണ്ട് കാലത്ത് സിഗരറ്റ് വലിക്കാൻ വലിയൊരു ലഹരിയായിരുന്നു, വലിയൊരു തെറ്റുമായിരുന്നു. ഇപ്പൊ സിഗരറ്റ് വലിക്കണപ്പോൾ ആരെങ്കിലും വലിയ കാര്യത്തിലെടുക്കും. അതെ, അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പം കെമിക്കലിയുള്ള കുറെ MDMA പോലെയുള്ള പല കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ കാലഘട്ടം മാറുന്തോറും ഇതിന്റെ പീക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറിയ രീതിയിലാണ് അവർക്ക് സിമ്പിൾ, ചെറിയ കുട്ടി പോലും ഇതിങ്ങനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിനേക്കാൾ വലുത് എനിക്ക് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ ആർക്ക് വരും, കുട്ടിക്ക് വരും. ഒരു ഉപ്പ് കൊണ്ടേ വെക്കുന്ന സാധനം മക്കളെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ കഴിയില്ല. അപ്പൊ ആദ്യം തിരുത്തലുകൾ വേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട്ടിലൊരാളും ലഹരി ഉപയോഗിക്കണില്ല എന്ന് അവരുടെ ഏജ്, ആ കുട്ടിയുടെ മുകളിലുള്ള ഏജിലുള്ള ഒരാളും അത് ഉപയോഗിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. രണ്ടാമത്തത് ചുറ്റുപാടെന്നാണ്. പകൽ സമയങ്ങളിൽ ആളുകൾ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ലഹരി ഉപയോഗിക്കാൻ കഴിയുമോ? പരിമിതികളുണ്ട്. എന്നാൽ അവന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടോ രാത്രി സമയങ്ങളിലോ ഒരു എന്താ പറയുക വീട്ടിൽ കയറാതെ ഒരു സ്വകാര്യത ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലാകുമ്പോൾ കൂടുതലും തെറ്റുകൾ ചെയ്യാനുള്ള താല്പര്യങ്ങളുണ്ടാവും. അങ്ങനെ കൂടിയിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, മക്കൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോകണ്ടെന്നല്ല പറയേണ്ടത്, അത് എന്തിനാണ് അവിടെ പോകണമെന്ന് കൃത്യമായിട്ട് രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒളിഞ്ഞിരിക്കുക, മാറിയിരിക്കുക, മനസ്സിലായി, ഒറ്റയ്ക്ക് ഇരിക്കുക എന്നൊക്കെ ഒരു തോന്നലുകൾ വരുന്നുണ്ടെങ്കിൽ സംതിങ് നമ്മളിൽ നിന്ന് ഹിഡൻ മറച്ചു വെക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, അതെന്താ വേണ്ട വെച്ചാൽ തീരുമാനിക്കണം. അപ്പോൾ വീട്ടിൽ നിന്നാണ് ലഹരിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. രണ്ടാമത് ചുറ്റുപാടാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അവൻ അതിലേക്ക് എന്ത് കാരണം കൊണ്ടാണ് ചിലപ്പോൾ ഡിപ്രഷനോ അല്ലെങ്കിൽ കുറേ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യണതുണ്ടാവുക,
ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ടാവുക. അത് എന്താണെന്ന് നമുക്ക് എങ്ങനെയെങ്കിലും ഐഡിയ, ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നമ്മൾ കുട്ടിയെ നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കണം. പാരൻസ് ആയാലും എല്ലാവരും ആ കാര്യത്തിൽ എന്ത് ചെയ്യണം. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലെ എൻ്റെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു തെറ്റിലേക്ക് കുട്ടികൾ ഇങ്ങനെ വഴുതി പോയാൽ പോലും ഒരു യുക്തി പ്രയോഗിക്കണം അതിൻ്റെ അകത്ത്. അതിന് അല്ലാണ്ട് വെറുതെ എടുത്ത് ചാടി വെറുതെ ഇമോഷണലായിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അതിനെ യുക്തി കൊണ്ട് അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കണം. അതെ, പക്ഷെ ചില രക്ഷിതാക്കൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. അതായത് അതത്ര കുഴപ്പമില്ല, ശരിയാക്കിക്കോളും. ഒരു സംഗതി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ആ കണ്ണോട് കൂടി തന്നെ ആ കുട്ടിനെ ഒബ്സർവ് ചെയ്യണം. കാരണം അല്ലാതെ ഒരു വട്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഓന് ഒരു കുട്ടീൻ്റെ സൈക്കോളജി 100 തെറ്റ് ചെയ്താൽ 10 തെറ്റ് വീട്ടിൽ പറയും. അവരങ്ങനെ ചെയ്തു, ഇവരങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ കുട്ടീനോടുള്ള എന്ത് ചെയ്യും, ആത്മാർത്ഥത കൂടുക ചെയ്യാം. ഇപ്പോൾ ഇബാദക്കനോട് ഞാൻ വന്നിട്ട് പറയും, ഇബാക്ക അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇബാക്ക എൻ്റെ മോൻ എന്ത് സൂപ്പറാ, ഓനൊന്നും ചെയ്യണില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഓൻ അതിനേക്കാളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. കാരണം എപ്പോഴും കുട്ടികളെ വേറൊരു കണ്ണോട് കൂടി നമ്മൾ കാണണം. അതൊരിക്കലും കുട്ടികളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മളങ്ങനെ കണ്ടില്ലേ, നാട്ടുകാർ പിന്നെ വേറെ ലെവലിൽ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവർ പറഞ്ഞേക്കാൾ മുന്നേ നമുക്ക് നമ്മളെ കുട്ടികളുടെ ലിമിറ്റേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതായിരിക്കും തിരുത്താനും പറ്റും. യെസ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലൊക്കെ നമ്മൾ കടന്നു പോകാതിരിക്കട്ടെ, അതിൽ തന്നെ അതിന് യുക്തി പ്രയോഗിച്ചുകൊണ്ട് ഡീൽ ചെയ്യുക. പെട്ടെന്നുള്ളൊരു എടുത്തുചാട്ടം ഒഴിവാക്കുക. കാരണം എന്താണ് അവർക്ക് പ്രശ്നം എന്ന് മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരം കാണാൻ പറ്റും നോക്കുക, സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്കും എന്താണ് എൻ്റെ കുട്ടി ഇങ്ങനെ മാറാനുള്ള കാരണം നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആക്റ്റീവ് ആക്കിയാലും ചിലപ്പോഴും സംഭവിച്ചു പോകാം. അതൊരിക്കലും നമുക്ക് പിടിച്ചെടുത്താൻ ചെയ്യാനും പറ്റില്ല. അങ്ങനെ സംഭവിച്ചു പോകാൻ എത്രയും പെട്ടെന്ന് അത് കഴിയുന്നതും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുക. ഇനി സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ എതിർത്ത് നിൽക്കാതെ എങ്ങനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാന്നുള്ളത് യുക്തിപരമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീരുമാനം എടുക്കുക. അല്ലാതെ 2-3 ദിവസം ഇപ്പൊ കണ്ടെത്തിയ ഉടനെ തന്നെ പോയി കണ്ട് 2 അടി അടിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ ചൂടായിട്ടൊന്നും കാര്യമില്ല. അത് കൂളായിട്ട് ഏതൊരു പ്രശ്നം, മക്കളുടെ കേസിൽ പ്രശ്നം, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, മക്കളുടെ കേസിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിച്ച് കുറച്ച് സമയമെടുത്ത് ചിന്തിച്ചിട്ട് മാത്രം തീരുമാനം അപ്ലൈ ചെയ്യുക. പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് മക്കളെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് വരെ പോകാൻ കാരണമാണ്. അപ്പോൾ അതൊക്കെ യുക്തി പ്രയോഗിച്ച് മുന്നോട്ട് പോവുക. യെസ്.